ഓം നമ ശിവായ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. അടുത്തു വരുന്ന വിശേഷ ദിവസങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന കളരി സ്പന്ദനം വിശേഷത്തിന് വിശേഷം പങ്ക്തിയിൽ ഇപ്പോൾ പറയുന്നത് തിരുവാതിരയെക്കുറിച്ചാണ്. നാളെയാണ് തിരുവാതിര വ്രതം. ഇന്ന് രാത്രി തിരുവാതിര ഉറക്കമൊഴിക്കലും പാതിരാപ്പൂ ചൂടലും. നമുക്കറിയാം, ധനുമാസത്തിലെ തിരുവാതിര മലയാളികളെ ഏറെ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഉത്സവമാണ് ധനുമാസത്തിലെ തിരുവാതിര. ആ ധനുമാസത്തിലെ തിരുവാതിര വ്രതം അനുഷ്ഠിക്കേണ്ടത് നാളെ 2026 ജനുവരി 3-ാം തീയതി 1201 ധനുമാസം 19-ാം തീയതി ശനിയാഴ്ചയാണ്. ജനുവരി 3-നാണ് തിരുവാതിര ആഘോഷം വരുന്നത്. എന്നാൽ ഇന്ന് ജനുവരി 2-ാം തീയതി ധനുമാസം 18-ാം തീയതി വെള്ളിയാഴ്ച രാത്രിയാണ് തിരുവാതിര ഉറക്കമൊഴിക്കലും പാതിരാപ്പൂ ചൂടലും തുടങ്ങിയ ചടങ്ങുകളെല്ലാം നടക്കേണ്ടത് അല്ലെങ്കിൽ നടത്തേണ്ടത്. അങ്ങനെ തിരുവാതിര എന്ന് പറയുന്നത് ജനുവരി 2-ന് രാത്രിയും 3-ന് പകലുമായിട്ട് ആഘോഷിക്കേണ്ടത് ഉത്സവമായി മാറുന്നു. നമുക്ക് തിരുവാതിരയെക്കുറിച്ച് മലയാളികൾക്ക് ഓണം, വിഷു, തിരുവാതിര മലയാളികളുടെ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഉത്സവങ്ങളാണ് ഓണം, വിഷുവും, തിരുവാതിരയും. എന്നാൽ ഒരുപക്ഷെ ഓണത്തെക്കാളും വിഷുവിനേക്കാളും മലയാളികൾ ഗൃഹാതുരത്വത്തോടെ നെഞ്ചേറ്റുന്ന വലിയ ഓർമ്മയുടെ ആഘോഷമാണ്. പഴയകാലത്തിൻ്റെ ആ സുന്ദരമായ ഓർമ്മകൾ പേറുന്ന ഉത്സവമാണ് തിരുവാതിര. ധനുമാസക്കുളിരിൻ്റെയും പുലർകാലത്തെ തണുപ്പിൻ്റെയും പുലർക്കാലത്തെ മുങ്ങിക്കുളിയുടെയും മഞ്ഞളരച്ച ചന്ദ്രം ചാർത്തലിൻ്റെയൊക്കെ ഓർമ്മ പേറുന്ന ഗൃഹാതുരത്വം ഉണർത്തുന്ന തിരുവാതിര ഉത്സവം. ഈ തിരുവാതിര ഉത്സവം ശിവപ്രധാനമാണ്. ശിവനെയും പാർവതിയെയുമാണ് പ്രധാനമായും ആരാധിക്കുന്നത്. കേരളത്തിലെ സ്ത്രീകൾ വളരെ നിഷ്ഠയോടെ അനുഷ്ഠിക്കുന്ന വ്രതമാണ് തിരുവാതിര വ്രതം. തിരുവാതിര വെറും ആഘോഷം മാത്രമല്ല, തിരുവാതിര വ്രതം കൂടിയുണ്ട്. സ്ത്രീകളുടേത് മാത്രമായ വ്രതം എന്ന പേരിൽ പോലും തിരുവാതിര പ്രസിദ്ധമാണ്. ശിവപ്രീതിയിലൂടെ കുടുംബത്തിലെ ഐശ്വര്യം, ഇതാണ് തിരുവാതിര വ്രതത്തിൻ്റെ ഫലമായിട്ട് പറയുന്നത്. ഈ ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്ര ദിവസമാണ് തിരുവാതിര വ്രതം അനുഷ്ഠിക്കേണ്ടത്. അതിന് കാരണം ഈ ധനുമാസത്തിലെ തിരുവാതിര എന്നത് പരമശിവൻ്റെ നക്ഷത്രമാണ് എന്നാണ് സങ്കല്പം. പരമശിവൻ്റെ പിറന്നാളാണ് തിരുവാതിര എന്ന് പോലും പറയും. യഥാർത്ഥത്തിൽ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ മുതലായ ത്രിമൂർത്തികൾക്കൊന്നും നമ്മൾ പിറന്നാൾ എന്ന സങ്കല്പമില്ല. ആദിയും അന്തവും ഇല്ലാത്ത അനാദിയും അനന്തവുമായ ചൈതന്യങ്ങളാണ് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരായ ത്രിമൂർത്തികളും മറ്റ് എല്ലാം. എങ്കിലും വിഷ്ണുവിനെ തിരുവോണം പോലെ ശിവന് തിരുവാതിര സ്വന്തം നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്ര ദേവതയിൽ തന്നെ ആർദ്രയ്ക്ക് ശിവനായി വരും, ചന്ദ്രൻ മകേരത്തിനങ്ങ് ആർദ്രയ്ക്ക് ശിവനായി വരും എന്നുണ്ട്. തിരുവാതിര നക്ഷത്രത്തിൻ്റെ ദേവത ശിവനാണ്. തിരുവോണം നക്ഷത്രത്തിൻ്റെ ദേവത ശിവൻ വിഷ്ണുവായിരിക്കുന്ന പോലെ തന്നെ തിരുവാതിര നക്ഷത്രത്തിൻ്റെ ദേവൻ ശിവനാണ്. അങ്ങനെ വിഷ്ണുവിൻ്റെ നക്ഷത്രം തിരുവോണവും ശിവൻ്റെ നക്ഷത്രം തിരുവാതിരയും മാറുന്നു. ഈ തിരുവാതിരക്കാലത്ത്, ധനുമാസത്തിലെ തിരുവാതിരക്കാലത്ത് നമ്മൾ മലയാളികൾ സാധാരണ തിരുവാതിരപ്പാട്ട് പാടി കളിക്കാറുണ്ട്. അതിൽ വരുന്ന വരികളിങ്ങനെയാണ്: ധനുമാസത്തിൽ തിരുവാതിര ഭഗവാൻ തൻ്റെ തിരുനാളല്ലോ. അങ്ങനെ ധനുമാസത്തിലെ തിരുവാതിര ഭഗവാന്റെ തിരുനാളാണ്, ഭഗവാന്റെ പിറന്നാളാണ് എന്ന് പാടിയാണ് കൈകൊട്ടി കളിച്ച് തിരുവാതിര ആഘോഷിക്കുന്നത്. അതിന് കാരണം തിരുവാതിരയായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ഐതിഹ്യങ്ങളുണ്ട്. ആ ഐതിഹ്യങ്ങളിൽ ഒന്ന്, പരമശിവൻ സ്തംഭരൂപത്തിലെ, അതിൽ തന്നെ ലിംഗരൂപത്തിലെ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ഈ മാർഗശീർഷ മാസത്തിലെ, ചാന്ദ്രപക്ഷ രീതിയിലുള്ള മാർഗശീർഷ മാസത്തിലെ തിരുവാതിര നക്ഷത്ര ദിവസമാണ് എന്ന് ശിവപുരാണത്തിൽ പോലും പറയുന്നുണ്ട്. അതിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ് തിരുവാതിര ആഘോഷിക്കുന്നത്. ശിവപുരാണത്തിലെ 1-ാമത്തെ സംഹിതയിലെ 9-ാമത്തെ അധ്യായത്തിലെ 15-16 ശ്ലോകങ്ങളായിട്ട് പറയുകയാണ്: യത് പുനഃസ്തംഭരൂപേണ സ്വാവിരാസമഹം പുരാ സകാലോ മാർഗശീർഷേതു സ്യാദാർദ്രാക്ഷമർഭഗൗ എന്ന്.
യത് പുനഃസ്തംഭരൂപേണ സ്വാവിരാസമഹംപുര. ശിവപുരാണത്തിലെ ശിവൻ തന്നെ, പരമശിവൻ തന്നെ പറയുന്നതായിട്ട് പറയുകയാണ്. ഭഗവാൻ ഉവാച എന്ന മട്ടിൽ പരമശിവൻ തന്നെ പറയുകയാണ്, യത് പുനഃസ്തംഭരൂപേണ. അതായത് ബ്രഹ്മാവും വിഷ്ണുവും തമ്മിൽ തർക്കമുണ്ടായി. ആരാണ് കൂടുതൽ ശക്തൻ, ആരാണ് കൂടുതൽ ചൈതന്യമുള്ള ആൾ എന്നുള്ള രീതിയിൽ തർക്കം വന്നപ്പോൾ ആ തർക്കം തീർക്കാൻ വേണ്ടി പരമശിവൻ ബ്രഹ്മാവിനും വിഷ്ണുവിനും ഇടയിൽ സ്തംഭരൂപത്തിൽ, ലിംഗരൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ആ പ്രത്യക്ഷപ്പെട്ടത് ചാന്ദ്രപക്ഷ രീതിയിലുള്ള മാർഗശീർഷ മാസത്തിലെ തിരുവാതിര നക്ഷത്ര ദിവസമാണ് എന്നാണ് ശിവപുരാണത്തിലെ പരമശിവൻ തന്നെ പറയുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിങ്ങനെ യത് പുനഃസ്തംഭരൂപേണ സ്വാവിരാസമഹം പുര. പുനഃ സ്തംഭരൂപത്തിൽ പണ്ട് ഞാൻ സ്വാവിരാസം, ഞാൻ ആവിഷ്കൃതനായത്, ഞാൻ പ്രത്യക്ഷപ്പെട്ടത് സകാലോ, ആ കാലം മാർഗശീർഷേതു സ്യാദാർദ്രാർക്ഷം അർഭകൗ. മാർഗശീർഷ മാസത്തിലെ, ചന്ദ്രപക്ഷ മാർഗശീർഷ മാസത്തിലെ ആർദ്രാർക്ഷത്തിലാണ്, തിരുവാതിര നക്ഷത്ര ദിവസമാണ് ഞാൻ അങ്ങനെ ബ്രഹ്മാവിനും വിഷ്ണുവിനും മധ്യേ അവരുടെ തർക്കം തീർക്കാനായിട്ട് ഞാൻ സ്തംഭരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടത് എന്ന് പറയണം. എന്നിട്ട് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു ശിവപുരാണത്തിൽ, ആർദ്രായാം മാർഗശീർഷേതു യ പശ്യേന്മാമുമാസുഖം മദ്വേരമപി വാലിംഗം സഗുഹാദഭിമേ പ്രിയ എന്ന്. ആർദ്രായാം മാർഗശീർഷേതു, മാർഗശീർഷേ ആർദ്രായാം, മാർഗശീർഷ മാസത്തിലെ ആർദ്ര നക്ഷത്ര ദിവസം, യ പശ്യേന്മാമുമാസഖം, ഉമാസഖം, ഉമാസഖനായിട്ട് എന്നെ ആരാണോ കാണുന്നത്, പാർവതീ സമേതനായിട്ട് എന്നെ ആരാണോ ഭജിക്കുന്നത്, മദ്വേരമഭിവാലിംഗം, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തെ പ്രതിഷ്ഠയെ പൂജിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ലിംഗപൂജ നടത്തുന്നത്, അവരെ സഗുഹാദഭിമേ പ്രിയ, ആ ഭക്തൻ എനിക്ക് ഗുഹനേക്കാൾ പ്രിയനാണ്, സുബ്രഹ്മണ്യനേക്കാൾ പ്രിയമാണ്, എൻ്റെ മകൻ സ്വന്തമകനേക്കാൾ പ്രിയനാണ് എന്ന് ശിവപുരാണത്തിൽ പറയുന്നൊരു ഭാഗമുണ്ട്. ഏതായാലും മാർഗശീർഷ മാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിലാണ് ലിംഗരൂപത്തിലെ പരമശിവൻ പ്രത്യക്ഷപ്പെട്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് പുരാണങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കേരളത്തിലെ ചന്ദ്രപക്ഷ രീതിയിലുള്ള മാസങ്ങളെല്ലാം ആചാരങ്ങൾക്ക് അടിസ്ഥാനമാക്കുന്നത് ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം പോലുള്ള മലയാള മാസങ്ങളിലാണ്. അങ്ങനെ ധനുമാസത്തിലെ തിരുവാതിര എന്ന രീതിയിൽ കണക്കാക്കുമ്പോൾ ഈ മാർഗശീർഷം കഴിഞ്ഞു പോഷമായി എങ്കിൽ പോലും അതിൻ്റെ അടിസ്ഥാനത്തിൽ ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്ര ദിവസം നമ്മളങ്ങനെയാണ് ഈ തിരുവാതിര ആഘോഷിക്കുന്നത്, ഈ ശിവൻ്റെ പിറന്നാളായിട്ട് ആഘോഷിക്കുന്നത്. ആ പിറന്നാൾ വരുന്നത് ഇങ്ങനെയാണ്, ശിവൻ സ്തംഭരൂപത്തിൽ അല്ലെങ്കിൽ ലിംഗരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ദിവസം അർത്ഥത്തിലാണ്. അങ്ങനെയാണ് ധനുമാസത്തിൽ തിരുവാതിര ഭഗവാൻ തന്നെ തിരുനാളല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ തിരുവാതിര കളി കളിക്കുന്നു, കൈകുട്ടി കളിക്കുന്നത്. ഏതായാലും ആ തിരുവാതിര വരുന്നത് തിരുവാതിര രാത്രിയിൽ വരുന്ന ദിവസം, രാത്രിയിൽ തിരുവാതിര വരുന്ന ദിവസമാണ് തിരുവാതിര പാതിരപ്പൂ ചൂടൽ, മുങ്ങി എല്ലാം ചടങ്ങ് നടത്തേണ്ടത്. ആർദ്ര ജാഗരണം, രാത്രി ഉറക്കമൊഴിക്കലും ഒക്കെ ഉണ്ട് തിരുവാതിരയുടെ ഭാഗമായിട്ട്. ശിവരാത്രി പോലെ തന്നെ രാത്രി ഉറക്കമൊഴിക്കുന്ന ചടങ്ങും വ്രത രീതിയുടെ ഭാഗമായിട്ട് ഉണ്ട്. അപ്പോൾ ആർദ്ര ജാഗരണം എല്ലാം നടത്തേണ്ടത് തിരുവാതിര രാത്രി വരുന്ന ദിവസമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ജനുവരി 2-ാം തീയതി വെള്ളിയാഴ്ച മകീര നക്ഷത്രമാണ്. പകല് 33 നാഴിക വരെയും മകീര നക്ഷത്രമാണ്. അസ്തമിച്ചതിന് ശേഷം മകീരം തുടരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ തിരുവാതിര തുടങ്ങുകയാണ്. അപ്പം രാത്രി തിരുവാതിര, അർദ്ധരാത്രിക്ക് തിരുവാതിര വരുന്നത് ജനുവരി 2-ാം തീയതിയാണ്. അതുകൊണ്ട് ജനുവരി 2-ാം തീയതി വെള്ളിയാഴ്ച ആണ് രാത്രി ജാഗരണം, ആർദ്ര പാതിരപ്പൂ ചൂടൽ മുതലായ ചടങ്ങുകളെല്ലാം നടത്തേണ്ടത്. അങ്ങനെ പുലർച്ചെ കുളികളും കുളിയും എല്ലാം നടത്തേണ്ടത് ഈ തിരുവാതിര രാത്രിയിൽ തന്നെയാണ്, 2-ാം തീയതി രാത്രിയാണ്. അത് കഴിഞ്ഞ് ആർദ്ര വ്രതം സ്വീകരിക്കേണ്ടത്, തിരുവാതിര വ്രതം എടുക്കേണ്ടത് തിരുവാതിര നക്ഷത്രം രാവിലെ പിറന്നാൾ പക്ഷം ഉള്ള ദിവസമാണ്. 6 നാഴികയ്ക്ക് തിരുവാതിര നക്ഷത്രം വരുന്ന ദിവസം എന്നാണോ അന്നാണ് തിരുവാതിര വ്രതം എടുക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും ജനുവരി 3-ാം തീയതി ശനിയാഴ്ച തിരുവാതിര നക്ഷത്രം 26 നാഴിക 42 വിനാഴികയ്ക്കുണ്ട്. അപ്പോൾ അന്ന് തിരുവാതിര വ്രതവും ആയിട്ട് വരുന്നു. അങ്ങനെ ജനുവരി 2-ാം തീയതി ആർദ്ര ജാഗരണവും രാത്രി ഉറക്കൊഴിക്കലും പാതിരാപ്പൂച്ചോട് ചടങ്ങുകളും, ജനുവരി 3-ന് ശനിയാഴ്ച ആർദ്ര ദർശനവും തിരുവാതിര വ്രതവും ഒക്കെയായി നമ്മൾ തിരുവാതിര ആഘോഷിക്കുന്നു. ഈ തിരുവാതിരയെക്കുറിച്ച് ധാരാളം ഐതിഹ്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ഇത് തന്നെയാണ്, സ്തംഭരൂപത്തിൽ അല്ലെങ്കിൽ ലിംഗരൂപത്തിൽ പരമശിവൻ പ്രത്യക്ഷപ്പെട്ട ദിവസം. മറ്റൊന്ന് പരമശിവനെ ഭർത്താവായി കിട്ടാൻ വേണ്ടി തപസ് ചെയ്ത പാർവതിയുടെ മുന്നിൽ ഒടുവിൽ ശിവൻ പ്രത്യക്ഷപ്പെട്ട് പാർവതിയെ വിവാഹം കഴിക്കാമെന്ന് സമ്മതിച്ച ദിവസമാണ് തിരുവാതിര, ധനുമാസത്തിലെ തിരുവാതിര എന്നും ഐതിഹ്യമുണ്ട്. ഈ ദിവസം ശക്തി ശിവനോടുകൂടി ചേരുന്നുവെന്നാണ് സങ്കല്പം. അതുകൊണ്ട് തന്നെ അവിവാഹിതരായ പെൺകുട്ടികൾക്ക് മാംഗല്യസിദ്ധിക്കും
വിവാഹിതർക്ക് മാംഗല്യ അഭിവൃദ്ധിക്കും ഏറ്റവും നല്ലതാണ് തിരുവാതിര വ്രതം എന്ന സങ്കല്പമുണ്ട്, എന്ന വിശ്വാസമുണ്ട്. അങ്ങനെ പല തരം ഐതിഹ്യങ്ങൾ ശിവനെ തിരുവാതിര വ്രതമായിട്ട് സങ്കല്പിച്ചിട്ടുണ്ട്. ഏതായാലും തിരുവാതിര ദിവസം നമ്മൾ പരമശിവനെയും പാർവതീദേവിയും രണ്ടുപേര് ഉമാമഹേശ്വര സങ്കല്പത്തിൽ തന്നെ ഇരുവരെയും ആരാധിക്കേണ്ട ദിവസമാണ് തിരുവാതിര. ആ തിരുവാതിര ദിവസം, തിരുവാതിരയുടെ തലേന്ന് മകീരം നക്ഷത്രം ആണ് 2-ാം തീയതി. മകീരം കഴിഞ്ഞാണല്ലോ തിരുവാതിര വരുന്നത്. ഈ മകീരം നക്ഷത്രം സന്ധ്യയിൽ വരുന്ന ദിവസമാണ് എട്ടങ്ങാടി നിവേദ്യം എന്നുള്ള ചടങ്ങുകളൊക്കെ ഉണ്ട്. മകീരം സന്ധ്യയിൽ വരുന്ന ദിവസം എന്ന് വെച്ചാൽ ജനുവരി 2-ാം തീയതി വെള്ളിയാഴ്ച പാർവതീദേവിക്ക് പ്രത്യേകം നിവേദ്യമായിട്ട് എട്ടങ്ങാടി നിവേദ്യം ഒരുക്കുന്ന ചടങ്ങെല്ലാം കേരളത്തിലെ ചിലയിടങ്ങളിലെല്ലാം വളരെ പ്രധാനമാണത്. എട്ടങ്ങാടി നിവേദ്യം 8 കിഴങ്ങ് വർഗ്ഗങ്ങൾ ചേർത്താണ് ഈ എട്ടങ്ങാടി നിവേദ്യം ഉണ്ടാക്കുന്നത്. ചേന, ചേമ്പ്, കൂർക്ക, നനക്കിഴങ്ങ്, ചെറിയമ്പ്, ചെറുകിഴങ്ങ്, മധുരക്കിഴങ്ങ്, നേന്ത്രക്കായ എന്നീ 8 വസ്തുക്കൾ കനലിൽ ചുട്ട് ഉണ്ടാക്കുന്നതാണ് പുഴുക്ക്. അങ്ങനെ ഒരു പുഴുക്ക് ആണ് സാധാരണഗതിയിൽ ഉണ്ടാക്കുന്നത്. ഈ എട്ടങ്ങാടി നിവേദ്യം എന്ന് പറഞ്ഞുണ്ടാക്കുന്നത്. ഇതിന് പ്രാദേശികമായി വ്യത്യാസങ്ങളുണ്ട്. പല സ്ഥലത്തും ഇതിൽ എടുക്കുന്ന സാധനങ്ങൾ, ചേരുവകൾ പ്രാദേശികമായി എല്ലാ വ്യത്യാസങ്ങളുണ്ട് ആചാരങ്ങളിൽ. എങ്കിലും ഈ മകയിരം സന്ധ്യയിൽ പാർവതീദേവിയെ എട്ടങ്ങാടി നിവേദ്യത്തോടുകൂടി പൂജിക്കുന്നത് ഏറ്റവും വിശേഷമാണ്. അത് കഴിഞ്ഞ് തിരുവാതിര വ്രതമെടുത്ത് പരമേശ്വരനെ പൂജിക്കുന്നതും ഏറ്റവും ഐശ്വര്യദായകമാണ്, അഭിവൃദ്ധികരമാണ്. അങ്ങനെ നമുക്ക് ഈ തിരുവാതിര ദിവസം തിരുവാതിര വ്രതത്തിൻ്റെ ഭാഗമായിട്ട് പാർവതി പരമേശ്വരന്മാരെ പ്രാർത്ഥിക്കാം. ശിവപ്രാർത്ഥനയ്ക്ക് നമുക്ക് ധാരാളം ഗ്രന്ഥങ്ങളും ശ്ലോകങ്ങളും ഉണ്ട്. ശിവപഞ്ചാക്ഷരി സ്തോത്രം, ശിവാഷ്ടകം, അങ്ങനെ ധാരാളം ശിവനാമാവലി അഷ്ടകം, അതിൽ ധാരാളം ശിവസ്തുതികളും എല്ലാം ഉണ്ട്. ഈ ദിവസം നമുക്ക് ഉമാമഹേശ്വര സ്തോത്രം ഏറ്റവും ഉത്തമമാണ് ശിവരാത്രി ദിവസം, തിരുവാതിര ദിവസം ചൊല്ലുന്നതിന്. ശ്രീ ശങ്കരാചാര്യ വിരചിതമായ ഉമാമഹേശ്വര സ്തോത്രം നമോ നമ ശങ്കര പാർവതീഭ്യാം, ശിവനെയും പാർവതിയെയും ഒരുമിച്ച് സ്തുതിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഉമാമഹേശ്വര സ്തോത്രം എന്ന് പറയുന്നത് അത് തിരുവാതിര ദിവസം ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ഉമാമഹേശ്വര സ്തോത്രം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: നമഃ ശിവാഭ്യാം നവയൗവനാഭ്യാം പരസ്പരാശ്ലിഷ്ടവപുർധരാഭ്യാം നാഗേന്ദ്രകന്യാ വൃഷകേതനാഭ്യാം നമോ നമ ശങ്കരപാർവതീഭ്യാം, നമോ നമ ശങ്കരപാർവതീഭ്യാം. നമസ്കാരം.